യുപിയിലെ ബുലന്ദ്ഷഹറിലേക്കാണ് ഇനി 20th അവർ പോകുന്നത്. അവിടെ ട്രാൻസ്ജെൻഡറുമായുള്ള പ്രണയത്തിനൊടുവിൽ ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. 24-കാരനായ യുവാവിനെ ബുലന്ദ്ഷഹറിലെ ഒരു വനപ്രദേശത്ത് കൊലപ്പെടുത്തി കുഴിച്ചു മൂടുകയായിരുന്നു. ഇരയുടെ ബാല്യകാല സുഹൃത്തുൾപ്പെടെ 3 പേരാണ് ഈ സംഭവത്തിൽ പോലീസ് പിടിയിലായിരിക്കുന്നത്. എന്തിനാകാം ആ കൊലപാതകം നടന്നത്? തിങ്കളാഴ്ച വൈകുന്നേരമാണ് 24-കാരനായ സാക്ഷർ കൗശിക് എന്ന യുവാവിനെ കാണാതാകുന്നത്. ആ കൊലപാതകം നടക്കുന്നത് ഇങ്ങനെയായിരുന്നു. ബുലന്ദ്ഷഹറിലെ ഒരു ട്രാൻസ്ജെൻഡറായ അമൻ എന്ന അവന്തികയുമായി പ്രണയത്തിലായിരുന്നു മരണപ്പെട്ട സാക്ഷർ കൗശിക്കും ദീപക്കും. പ്രണയത്തിൽ നിന്നും സാക്ഷർ കൗശികിനെ ഒഴിവാക്കാനായി അവന്തികയും ദീപക്കും ഒപ്പം കൂട്ടാളികളായ ദേവേഷ്, ശുഭം എന്നിവരും ചേർന്ന് കണ്ടെത്തിയ മാർഗമായിരുന്നു കൗശികിനെ കൊല്ലുക എന്നത്. നേരത്തെ തന്നെ സൗഹൃദത്തിലായിരുന്നു ദീപക്കും കൗശിക്കും. അങ്ങനെയാണ് തിങ്കളാഴ്ച പതിവ് പോലെ ദീപക് കൗശികിനെയും കൊണ്ട് ചന്തേരുവിലെ മഹീന്ദ്ര ഷോറൂമിന് സമീപമുള്ള വിജനമായൊരു സ്ഥലത്തേക്ക് എത്തുന്നത്. അവിടെ അവന്തികയും മറ്റു 2 പേരും അവരെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഏറെ നേരം അവരെല്ലാം ചേർന്ന് അവിടെ ഇരുന്ന് മദ്യപിച്ചു. എന്നാൽ മദ്യപാനത്തിനിടയിൽ അവർ കൗശിക്കും മറ്റു 4 പേരുമായി തർക്കമുണ്ടാക്കുന്നു. തർക്കത്തിനൊടുവിൽ സംഭവിച്ചത് എന്താണെന്നോ? അവർ 4 പേരും ചേർന്ന് കൗശികിനെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി. ഒടുക്കം മരണമുറപ്പിക്കാനായി തലയിൽ ഇഷ്ടിക കൊണ്ട് പല തവണ ഇടിച്ച് മുറിവേൽപ്പിച്ചു. കൗശികിന്റെ മരണം ഉറപ്പിച്ച അവർ 4 പേരും ചേർന്ന് അവിടെ അടുത്ത് തന്നെ അവന്റെ മൃതദേഹം കുഴിച്ചുമൂടി. എന്നാൽ രാത്രി ഏറെ വൈകിട്ടും മകൻ വീട്ടിലെത്താത്തതിനെ തുടർന്ന് കൗശികിന്റെ വീട്ടുകാർ അവനെ തിരക്കിയിറങ്ങി. എങ്ങും അവനെ കണ്ടെത്താനാകാതെ വന്നതോടെ അവർ ബുലന്ദ്ഷഹർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച പോലീസ് അവസാനമായി കൗശികിനെ കണ്ടത് ദീപക്കിനൊപ്പമാണെന്ന് കണ്ടെത്തി. ദീപക്കിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ കൗശിക് തനിക്കൊപ്പം വന്നെങ്കിലും പാതി വഴിയിൽ ഇറങ്ങിപ്പോയെന്നായിരുന്നു അയാളുടെ മറുപടി. എന്നാൽ അത് വിശ്വസിക്കാൻ തയ്യാറാകാതിരുന്ന പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തതോടെയാണ് അയാൾ കുറ്റം സമ്മതിക്കുന്നത്. वादी संजीव कौशिक जो कि देवीपुरा का निवासी है, उसने थाना कोतवाली नगर में आकर यह रिपोर्ट दर्ज कराई कि उसका पुत्र साक्षर कौशिक 30/3/2026 की शाम से ही लापता है और वो देवेश के साथ गया था. देवेश घर पे मौजूद है लेकिन उसके बेटे का कोई हाल पता नहीं है. इस तहरीरी सूचना पे तत्काल जो है सुसंगत धारा में मुकदमा पंजीकृत किया गया और देवेश को हिरासत में लेकर पूछताछ की गई. हिरासत में पूछताछ के दौरान देवेश द्वारा यह बताया गया कि 30/3/2026 की रात को दीपक और शुभम के साथ पहले से योजना बनाकर साक्षर कौशिक को महिंद्रा शोरूम चंदेरू स्थित बगीचे के पास ले गया और वहां ദീപകിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ പോലീസ് അവന്തിക എന്ന അമനെയും ദേവേഷിനെയും ശുഭത്തെയും അറസ്റ്റ് ചെയ്തു. പ്രതിയുടെ കൈവശം കൗശികിന്റെ പേഴ്സ്, ആധാർ കാർഡ്, പാൻ കാർഡ്, ഡെബിറ്റ് കാർഡ്, കൊലപാതകത്തിന് ഉപയോഗിച്ച ഷർട്ട് എന്നിവയെല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ പോലീസ് പിന്നീട് കണ്ടെടുക്കുകയും ചെയ്തു. കൂടാതെ കൊലപാതകം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. അവർ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.